ശ്രീലങ്ക സാമ്പത്തിക പ്രതിസന്ധിയിലായ നാളുകൾ, തെരുവിലിറങ്ങിയ ജനങ്ങൾ. ഗോതബായ രാജപക്സെയുടെ ഭരണത്തോടുള്ള ജനരോഷമായിരുന്നു 2022 ശ്രീലങ്ക കണ്ടത്. തുടർന്ന് പാർലമെന്റ് വോട്ടെടുപ്പിലൂടെയാണ് റെനിൽ വിക്രമസിംഗെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഈ സംഭവങ്ങൾക്ക് ശേഷം നടന്ന തിരഞ്ഞെടുപ്പ് ശ്രീലങ്കയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇടതുപക്ഷ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ടു. AKD എന്ന് വിളിപ്പേരുള്ള അനുരകുമാര ദിസനായകെ. ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയാകും ഇനി ലങ്കൻ ജനതയെ നയിക്കുക. ജനതാ വിമുക്തി പെരുമുന, നാഷണൽ പീപ്പിൾസ് പവർ എന്ന മധ്യ ഇടതുപക്ഷ വിശാല സഖ്യത്തിലെ മുഖ്യ കക്ഷിയാണ് ജനതാ വിമുക്തി പെരുമുന എന്ന JVP. 2022 ജനതാ അരകളായ എന്ന പ്രക്ഷോഭത്തിലൂടെയാണ് NPPയിലെ പ്രധാന കക്ഷിയായ JVPയും നേതാവ് അനുരകുമാര ദിസനായകയും ലങ്കൻ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. ലോകത്തെ തിരുത്താൻ ആഗ്രഹിക്കുന്ന യുവാവ്. അങ്ങനെയാണ് 55-കാരനായ അനുരകുമാര ദിസനായകെ സ്വയം വിശേഷിപ്പിക്കുന്നത്. അഴിമതി വിരുദ്ധത, പൊതുവിശ്വാസം പുനഃസ്ഥാപിക്കൽ, സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ സമ്പദ് വ്യവസ്ഥയെ പുനഃക്രമീകരിക്കൽ എന്നിവയിൽ കേന്ദ്രീകരിച്ചായിരുന്നു ദിസനായകയുടെ പ്രവർത്തനങ്ങൾ. ഈ പ്രവർത്തനങ്ങൾ ഫലം കണ്ടു. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ 42.31% വോട്ട് നേടിയാണ് ദിസനായകെ വിജയിച്ചത്. കൂലിത്തൊഴിലാളികളായ മാതാപിതാക്കളുടെ മകനായി 1968 അനുരാധാപുരയിലെ നോർത്ത് സെൻട്രൽ ജില്ലയിലെ തമ്പുട്ടേഗമയിലാണ് ദിസനായകയുടെ ജനനം. സ്കൂൾ കാലം മുതൽ JVPയുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം 1987 പാർട്ടി അംഗമാകുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് ദിസനായകയുടെ സജീവ രാഷ്ട്രീയ പ്രവേശം. 1988 സോഷ്യൽ സ്റ്റുഡൻസ് അസോസിയേഷന്റെ ദേശീയ ഓർഗനൈസറായി. പ്രസംഗപാഠവും പ്രവർത്തന ചാതുര്യവും JVPയിൽ അദ്ദേഹത്തെ എളുപ്പം വളർത്തി. 1995 പാർട്ടി സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റി അംഗമായി. 2001 MPയും 2004-2005 കാലത്ത് ചന്ദ്രിക കുമാരതുംഗയുടെ സർക്കാരിൽ കൃഷി, ഭൂവിനിയോഗ, ജലവിതരണ വകുപ്പ് മന്ത്രിയുമായി. JVPയുമായുള്ള സഖ്യമായിരുന്നു അന്ന് ചന്ദ്രികയെ അധികാരത്തിലിരുത്തിയത്. 2014 ദിസനായകെ JVPയുടെ നേതൃത്വത്തിലേക്ക് എത്തുന്നത്. പാർട്ടിക്ക് പുതിയ ഉണർവ് നൽകാൻ അദ്ദേഹത്തിനായി. 2020 പാർട്ടി തിരഞ്ഞെടുപ്പിൽ 4% താഴെ മാത്രം വോട്ട് കിട്ടിയ JVPയാണ് ഇത്തവണത്തെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിശാല ഇടതു സഖ്യമുണ്ടാക്കി ശ്രീലങ്കയെ നയിക്കാൻ പോകുന്നത്. JVP ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പ്രത്യയശാസ്ത്രമാണ് പിന്തുടരുന്നതെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും സിംഹള ബുദ്ധവംശീയതയിലൂന്നിയായിരുന്നു JVPയുടെ ഭൂതകാല പ്രവർത്തനങ്ങൾ. മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി റഷ്യയിലെ ലുമുംബ സർവകലാശാലയിലേക്ക് പോയ റൊഹാന വിജവീരയാണ് 1965 ജനതാ വിമുക്തി പെരുമുനയ്ക്ക് തുടക്കമിടുന്നത്. റഷ്യയിൽ നിന്ന് മടങ്ങിയെത്തിയ അദ്ദേഹം സിലോൺ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി. തുടർന്നാണ് അവരുമായി തെറ്റിപ്പിരിഞ്ഞ് JVP എന്ന പാർട്ടി രൂപീകരിക്കുന്നത്. 1967-70 കാലഘട്ടത്തിലാണ് ജനതാ വിമുക്തി പെരുമുന ശ്രീലങ്കയിലുടനീളം വ്യാപകമാകുന്നത്. സായുധ വിപ്ലവത്തിന്റെ ആരാധകനായിരുന്ന വിജവീര ലങ്കയിലും ഭരണകൂടങ്ങളെ താഴെയിറക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി 1971-ലും 1980 അവസാനത്തിലും 2 സായുധ വിപ്ലവത്തിന് ശ്രമവും നടത്തി. പക്ഷേ ഇരു വിപ്ലവ ശ്രമങ്ങളും പരാജയപ്പെടുകയായിരുന്നു. ഇതിൽ 1988-89 കാലഘട്ടത്തിൽ JVP ആരംഭിച്ച സായുധ കലാപത്തിൽ തമിഴ് വിരുദ്ധതയായിരുന്നു അരങ്ങേറിയത്. ആയിരക്കണക്കിന് തമിഴ് വംശജരാണ് അക്കാലത്ത് ക്രൂര പീഡനങ്ങൾക്കും ആക്രമണങ്ങൾക്കും ഇരയായത്. എങ്കിലും AKDയുടെ ശ്രമങ്ങൾക്ക് മുന്നിൽ ജനതാ വിമുക്തി പെരുമുനയുടെ ഈ ചരിത്രം ശ്രീലങ്കൻ ജനത ഒരു പരിധിവരെ വിസ്മരിച്ചു കഴിഞ്ഞു. അയൽരാജ്യങ്ങളൊന്നും ശ്രീലങ്കയുടെ കാര്യത്തിൽ ഇടപെടരുതെന്നാണ് ദിസനായകയുടെ നയം. അന്താരാഷ്ട്ര നാണ്യനിധിയിൽ നിന്ന് കടാശ്വാസം നേടിയെടുക്കുന്നതിന്റെ ഭാഗമായി നിലവിലെ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ ഏർപ്പെടുത്തിയ ആദായ നികുതികൾ കുറയ്ക്കും, കാറ്റിൽ നിന്ന് ഊർജമുണ്ടാക്കാൻ അദാനിക്ക് അനുവദിച്ച പദ്ധതി റദ്ദാക്കും എന്നെല്ലാമായിരുന്നു ദിസനായകയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ. അതുകൊണ്ട് തന്നെ അനുരകുമാര ദിസനായകെ ശ്രീലങ്കയിൽ അധികാരത്തിലെത്തുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ചെറുതാവില്ലെന്ന് ഉറപ്പാണ്. മറ്റൊരറിവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.